പഴയകാലത്തെ എന്റെ സുഹൃത്തുക്കള് ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, വേലി നീ മദ്യപാനമൊക്കെ നിർത്തി, വളരെ സന്തോഷമുണ്ട്, നീ നിന്റെ കുടുംബവും രക്ഷപ്പെട്ടു, അതൊക്കെ നന്നായി. ഇവരുടെ ചോദ്യത്തില് ഒരു പ്രസക്ത ഭാഗം, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെട്ടു, ഇനി എന്തിനാണ് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നീ മെനക്കെടുന്നത്, സമയം ചെലവഴിക്കുന്നത്? അവരുടെ എതിർപ്പും കുത്തുവാക്കുകളൊക്കെ നീ കേൾക്കേണ്ടതുണ്ടോ? നിനക്കതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി, അതിലും കടുപ്പത്തിൽ അവർ ചോദിക്കാറുണ്ട്, ഒരു കാലത്ത് നീയും അമിതമായി മദ്യപിക്കുകയും മദ്യപന്മാരോടൊത്ത് കൂട്ടുകൂടുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തല്ലേ, അതിന്റെ സുഖമൊക്കെ നീ കുറെ അനുഭവിച്ചതല്ലേ, ഇനി മറ്റുള്ളവരും അനുഭവിക്കട്ടെ, അവരും പഠിച്ച പാഠങ്ങളിൽ നിന്ന് നിന്നെ പോലെ എപ്പോഴെങ്കിലും തിരികെ വരുമായിരിക്കും, അതുപോലെ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള വ്യക്തമായ ഒരു കാരണമുണ്ട്, മറുപടി ഉണ്ട്. ഒരു കാലത്ത് ഞാൻ മദ്യത്തിന്റെ പിടിയിൽ അമർന്നിരുന്നുവെങ്കിലും അതുമൂലം എനിക്കുണ്ടായ നാശനഷ്ടങ്ങള്, സാമ്പത്തിക കടബാധ്യതകള്, കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകള്, അത് നിർത്തിയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കാണുന്ന ആ വലിയ സന്തോഷം, ആ പ്രസരിപ്പ്, ആ ഉന്മേഷം, എന്തോ കളഞ്ഞു പോയത് തിരിച്ചു കിട്ടിയതുപോലുള്ള ഒരു അനുഭവത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഉറപ്പിച്ചു തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിലയേറിയ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എവിടെയോ ഒരു കുടുംബം ഇപ്പോഴും മദ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ട് കണ്ണീരോടെ കഴിയുന്നത് എൻ്റെ ഉൾക്കണ്ടുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരച്ഛന്റെ തിരിച്ചുവരവിന് വേണ്ടി, ഒരു മകന്റെ തിരിച്ചുവരവിന് വേണ്ടി, അതുമല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ കാണുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരാൾക്ക് നന്നാകാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അതെനിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അടുത്ത വീഡിയോ ഇത്ര താമസിച്ചത്. ദയവായി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഈ അടുത്ത ദിവസം എൻ്റെ വീടിനോട് ചേർന്ന് ഒരു സംഭവം ഉണ്ടായി. ഒരാള് 70 വയസ്സിനോടടുത്ത ഒരാള് തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്തു. ഈ സംഭവം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. ഈ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് കാരണം, ഇദ്ദേഹത്തെ ഞാൻ പണ്ട് മുതലേ അറിയുന്ന ആളാണ്. കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് മദ്യപാനം കൊണ്ട് എന്തെങ്കിലും തകർച്ചകളോ ദോഷങ്ങളോ ഉണ്ടാവുകയില്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ ചെറിയ സംഭവങ്ങൾ തന്നെ ഞാൻ ഒരു കഥയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം നന്നായി അധ്വാനിക്കുന്ന ആളായിരുന്നു, അതോടൊപ്പം തന്നെ നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്യും. ഞാൻ അറിയുന്ന കാലം മുതലേ നല്ല മദ്യപാനിയാണ്. ചാരായക്കടയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചാരായ ഷോപ്പിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഒന്നിച്ച് ഞങ്ങൾ മദ്യപിക്കാറുണ്ട്, ചീട്ട് കളിക്കാറും ഒക്കെ പോകാറുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ഞാനും തമ്മിൽ ഞങ്ങൾ കാണാറില്ല. ഇപ്പോൾ കുറച്ച് ദൂരെ എവിടെയാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്, താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ അടുത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുവീട്ടിലാണ് ഈ മൃതശരീരം കൊണ്ടുവന്നത്. അദ്ദേഹം മരിക്കാനിടയായ സാഹചര്യം, മക്കളെയൊക്കെ ഒരുവിധം ഒക്കെ പഠിപ്പിച്ചു, നല്ല അധ്വാനശീലമുള്ള ആളായിരുന്നു. ആ കാലഘട്ടങ്ങളിലെ അധ്വാനത്തിൽ ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ചൊക്കെ കുടുംബത്തിലേക്ക് കൊടുത്തു. എന്നാലും എന്നെ പോലെ തന്നെ ഏറിയ പങ്കും എന്ന് വെച്ചാൽ അവനവന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. മദ്യപാനമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് പുള്ളിക്കുണ്ടായിരുന്ന ന്യൂനത. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭാര്യയൊക്കെ ആയിട്ട് പലപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ സ്ഥലമൊക്കെ വിറ്റ് മറ്റൊരിടത്തേക്ക് താമസം മാറി. ഈ അടുത്ത ദിവസം മക്കളൊക്കെ, പെൺമക്കളും ആൺമക്കളൊക്കെ ഉണ്ട്. ആൺമക്കളൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ജോലിക്കാരൊക്കെ ആയി, പെൺമക്കളെ കെട്ടിച്ചു വിട്ടു. എന്നാൽ ജീവിതത്തിന്റെ അവസാനത്തോടടുത്തപ്പോൾ പുള്ളിക്ക് കടുത്ത നിരാശ ബാധിച്ചു. കാരണം ആകുന്ന കാലത്ത് ജോലി ചെയ്തിരുന്ന നല്ലൊരു വരുമാനത്തിന് നല്ലൊരു ഭാഗവും തൻ്റെതായ ഇഷ്ടങ്ങൾക്ക് ചെലവഴിച്ച് വീട്ടിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പോലെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാണ്, മദ്യപാനിയുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ചും
അമ്മയും മക്കളും ഒരു പക്ഷം ചേരും, ഭർത്താവ് ഒറ്റയ്ക്കാകുന്ന ഒരവസ്ഥയുണ്ട്. ഗൃഹനാഥന് ഒരു സ്ഥാനമില്ലാതെ വരുന്ന ഒരവസ്ഥ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആ ശീലങ്ങൾ കൊണ്ട് അങ്ങനെ തനിയെ സംഭവിച്ചു പോകുന്നതാണ്. മിക്ക കുടുംബങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. അദ്ദേഹത്തിന് പറ്റിയത് അവസാന കാലങ്ങളിൽ അദ്ദേഹത്തെ ആരും നോക്കുന്നില്ല, മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജോലി ചെയ്യാനും ആകുന്നില്ല. അപ്പോൾ കടുത്ത ജീവിത നിരാശ ബാധിച്ച് ഒടുവിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇത് എനിക്ക് അടുത്തറിയാവുന്ന ഒരു സംഭവം. ഈ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മദ്യപാനം കൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങള്, ഒരുപാട് ആത്മഹത്യകള്, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എനിക്കറിയാവുന്ന ഇപ്പൊ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു കാലഘട്ടത്തെ അങ്ങ് നമുക്ക് നീക്കിക്കൊണ്ട് പോകാം. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് കഴിഞ്ഞകാല ജീവിതത്തിന്റെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമെല്ലാം കൂടി നമ്മളെ എന്താകുന്ന കടുത്ത നിരാശയിലേക്ക്, നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇത് പലപ്പോഴും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് അവർക്ക് ആ സമയത്ത് ഉണ്ടാകണമെന്നില്ല. ഒന്നാമതെ മദ്യപാനം കൊണ്ട് ശാരീരികമായും മാനസികമായും എല്ലാം തളർന്നിരിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ സംഭവത്തോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഒരു 14 വയസ്സിൽ ചാരായം വാറ്റിയടിച്ച് ശീലിച്ചവനാണ്. അപ്പോൾ ഒരു 20 വയസ്സോടെ എടുത്തപ്പോഴത്തേക്കും നല്ല മദ്യപാനിയായി. അപ്പോൾ അവനും ഇതുപോലെ എന്നെ പോലെ എന്ന് വെച്ചാൽ നന്നായിട്ട് അധ്വാനശീലമുള്ളവനായിരുന്നു. നല്ലപോലെ പണിയെടുക്കും. ഞങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം എല്ലാ വീടുകളിലൊക്കെ പോയിട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കും. അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ മദ്യപാനം കൂടിക്കൂടി വന്നപ്പോൾ അവൻ ഈ പ്രദേശത്ത് നിന്ന് വിട്ടുപോയി. അവൻ കുറെ ദൂരെ ഈ തളിപ്പറമ്പ് ഭാഗത്ത് എവിടെയോ പോയി അവിടെ താമസിച്ചു. പിന്നീട് ഇങ്ങോട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാണുന്ന അവൻ അവിടുന്ന് തന്നെ ഒരു വിവാഹമൊക്കെ ചെയ്ത് 2 പിള്ളേരുമായിട്ട് വീട്ടിലൊന്നും അറിയിച്ചൊന്നുമില്ല. കുറെ കാലം അവൻ ഇവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ഈ നാട്ടിൽ തിരിച്ചെത്തി. 2 കുട്ടികളും ഉണ്ട്, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ പ്രശ്നങ്ങളുടെ കാലഘട്ടമായിരുന്നു. അവന് ഭാര്യയെ സംശയമായി. അവൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. അന്ന് ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു ഇവൻ മദ്യപിക്കുന്ന ആളാണ്. അവിടെ ആ പ്രദേശത്ത് പോയി വാടകയ്ക്കെടുത്ത് താമസിച്ച് അവര് കണ്ടുമുട്ടുമ്പോൾ നല്ല സ്വഭാവം, മദ്യപാനോ മറ്റു ദുശീലങ്ങളോ ഒന്നുമില്ല, നല്ല സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ ആകർഷകമായി അവര് സ്നേഹിച്ച് വിവാഹം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് അവിടുന്ന് മദ്യപാനം കൂടിയപ്പോഴാണ് അവിടുന്ന് പോരാനിടയായ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ജീവിത പങ്കാളി തികച്ചും ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഇതിന് ഈ സ്വഭാവം മറച്ചു വെച്ചുകൊണ്ടാണ് അവളെ കല്യാണം കഴിച്ചത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി. ഇതിന്റെ മദ്യപാനം മൂലം അവന് ഭാര്യയെ സംശയമായി, അടിപിടിയായി, വഴക്കായി. പിന്നെ അവിടെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവള് അവനെ ഇട്ടേച്ച് അവളുടെ ഇഷ്ടത്തിന് അവൾ വേറെ പോയി. പിള്ളേരും ആ കൂടി പോയി. അവൻ കുറെ കാലം ഇവിടെ താമസിച്ചു. അവര് വിവാഹമോചനം നേടിയൊന്നുമില്ല. പക്ഷെ അവര് രണ്ടും രണ്ടായിട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അവന് ക്യാൻസറിന്റെ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ക്യാൻസർ ബാധിച്ചു. അതിനുശേഷം കുറെ ചികിത്സ, അവന്റെ മാതാപിതാക്കൾ അവനെ കുറച്ചു കാലം ചികിത്സിച്ചു. അതിനുശേഷം അതുകൊണ്ടും അവൻ മദ്യപാനം നിർത്തിയില്ല. തികഞ്ഞ മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അറിയുന്നത്, ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരു ചെറിയ വരളിത്തോട്ടില് ഒരു മൃതശരീരം 3-4 ദിവസമായി അഴുകി കിടക്കുന്നു, അഴുകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂട്ടുകാരനും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആത്മഹത്യയാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ മദ്യപിച്ച് തോട്ടിൽ വീണതാണ്, എണീറ്റ് പോകാൻ പറ്റിയില്ല. എന്താണെങ്കിലും ആ മരണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, മദ്യപാനമാണ് മിക്ക ആത്മഹത്യകൾക്കും അതോടൊപ്പം തന്നെ വിവാഹ ബന്ധ വേർപാട്, അതിനെന്താണ് പറയുന്നത്, വിവാഹമോചന കേസുകളിലേക്ക് പോകുന്നത്. ഇനി വിവാഹമോചനം നേടിയില്ലെങ്കിലും ഭാര്യയും ഭർത്താവും ഭിന്നിപ്പിലും കലഹത്തിലും രണ്ടും രണ്ടായിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ.
ഇന്നും നമ്മുടെ ഇടയിൽ ഒത്തിരി ആൾക്കാരെ ഈ മദ്യപാനം എന്ന ദുശ്ശീലത്താൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പിണങ്ങിപ്പോയി, വേറെ ഒറ്റയ്ക്ക് പോയി. സന്തോഷകരമായിട്ട് അവർ ജീവിക്കും. ഭർത്താവ് ഇപ്പോഴും ഇവിടെ കുടിച്ചു കൂത്താടി അവിടെ. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ ഇവിടെയെല്ലാം അവസാനം സംഭവിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അവർക്ക് ആരും തുണയില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ആരും സഹായിക്കാനില്ല, ആരും നോക്കാനില്ല, മക്കളും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. ഇനിയുള്ള തലമുറയെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തിപ്പെടരുതെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ദൈവസഹായത്താൽ എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്നും തിരികെ വരാൻ വേണ്ടി സാധിച്ചു. ഇന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ശീലം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഈ തലമുറയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തെ ആക്രമിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. തിരിച്ചു വരാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളും ദയവായി എത്രയും പെട്ടെന്ന് ഈ വലിയ തിന്മയുടെ ശക്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ട പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതോടൊപ്പം തന്നെ മദ്യപാനം എന്ന തിന്മയുടെ ശക്തിക്കെതിരെ എൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ ഞാൻ ഏതാണ്ട് 10-18ഓളം വീഡിയോകൾ ചെയ്തു. പക്ഷേ പ്രധാനമായിട്ടും ഇത് 4ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും മദ്യപാനത്തിനെതിരെയുള്ള എൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ശക്തമായ അനുഭവങ്ങളും പിന്തിരിഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ ഈ വീഡിയോകൾ ഉൾപ്പെടുത്താറുള്ളത്. തുടർന്നും വീഡിയോകൾ കണ്ട് എന്നോടൊപ്പം നിങ്ങൾ സഹകരിക്കുക. മുക്തരാവൂ, മോചനം പ്രാപിക്കൂ, സന്തോഷം അനുഭവിക്കൂ, സമാധാനം അനുഭവിക്കൂ. കുടുംബത്തിൽ സന്തോഷമുണ്ടാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ.